മര്യാദ. നീ എന്തിനൊക്കെ ഇവിടെ വന്നിരിക്കണേ? അല്ല, ഇത് മണ്ടൂരൊന്ന് സഹായിച്ചാണ്. നീ മണ്ടുവിനെ കൂടുതൽ സഹായിക്കണ്ട കേട്ടാ. കുറെ നാളായിട്ട് ഞാൻ നോക്കാണ്. മണ്ടു അങ്ങോട്ട് തിരിഞ്ഞ് അതിന്റെ പിറകെ, മണ്ടു ഇങ്ങോട്ട് തിരിഞ്ഞ് അതിന്റെ പിറകെ. ഒരാൾ മീൻ മട്ടനെടുത്ത് പൂച്ച ഇങ്ങനെ നിറയും പോലെ. ഒന്നും പറയല്ലേ മുതലാളി. പിന്നെ എങ്ങനെ പറയണേ ഞാൻ? കളിക്കുന്ന നീ. സാറേ, എനിക്ക് എന്റെ ബോണസ് തന്നില്ലല്ലോ. ബോണസ് ഞാൻ ആർക്കും കൊടുത്തില്ലല്ലോ. അല്ല, ഇവിടെ മണ്ടൂരിന് 2 ദിവസം മുമ്പ് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി. സാറേ, എനിക്കും കുടുംബവും മക്കളൊക്കെ ഉള്ളതല്ലേ. മണ്ടുവിന് ബോണസ് ഞാൻ കൊടുത്തെങ്കിൽ മണ്ടു ഉത്തരവാദിത്തമായിട്ട് ജോലികൾ ചെയ്യാനുണ്ട്. ഞാൻ ചോദിച്ചോട്ട്, നിനക്ക് ഇവിടെ ഞാൻ നിന്നെ 9 മണിക്കാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. നീ എത്ര മണിക്ക് വരും ഇവിടെ? 12 മണിക്ക് വന്നാ വന്നില്ലെങ്കിൽ ഇല്ല. എന്നിട്ട് നീ എത്ര മണിക്ക് പോകണത്? നിന്റെ സമയം ഡ്യൂട്ടി 9 മണി വരെയാണ്. നീ 7 മണിയാകുമ്പോഴേ മുതലാളി ഞാൻ പോട്ടെ, മുതലാളി ഞാൻ പൊക്കോട്ടെ, മുതലാളി അവിടെ പോണം ഇവിടെ പോണം. പക്ഷെ മണ്ടു അങ്ങനെയല്ല. മണ്ടുവിനോട് 9 മണിക്ക് വരാൻ പറഞ്ഞു, അവൾ 7:30 മണിക്ക് വരും. എന്നിട്ട് അവളോട് ഞാൻ പറയും 7:30 മണിക്ക് പൊക്കുമുണ്ട്. പക്ഷെ അവൾ പോവില്ല. അവൾ 8, 8:30, 9 മണി വരെ ഇവിടെ നിന്ന് കണക്കെല്ലാം നോക്കി എന്റെ ഇവിടെ വന്ന് കട പൂട്ടിച്ചിട്ടേ പോവുള്ളൂ. ഈ കണക്കിന് ഇവളത് പൂട്ടിച്ചിട്ടേ പോവുള്ളൂ. അല്ല, അവള് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ മുതലാളി അവൾക്ക് വണ്ടി മേടിച്ചു കൊടുത്തിട്ടില്ലേ? അയ്യോ, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടില്ലേ? നീ അല്ലേ പറഞ്ഞ ആക്റ്റീവ് മേടിച്ചു തന്ന മുതലാളിയാണ് മാസം മുതലാളി അത് അടക്കണേന്ന് പൈസ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നോണ പറയരുത്. നോണ പറയല്ലേ മണ്ടു. ഇടേ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് അവളുടെ അക്കൗണ്ടിൽ, അവളുടെ ശമ്പളത്തിൽ അവളുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിലേക്ക് പോണ്. അതിനെ നീ വേറെ വ്യാഖ്യാനിക്കരുത്. അറിയാതാ? എന്നാ മുതലാളി എനിക്കൊരു വണ്ടി മേടിച്ചതാ. എന്നിട്ട് മാസം ശമ്പളത്തിൽ നിന്ന് എടുത്ത് അടച്ചോ. ഞാനേ കണ്ണി കണ്ട ബസ്സിലൊക്കെ തൂങ്ങിയാണ് ഈ നേരത്തെങ്കിലും ഇവിടെ വരണത്. അതെ, ഞാൻ അടുത്ത ആഴ്ച ഒരു ബെൻസ് വാങ്ങണുണ്ട് നിനക്ക് വരാനും പോകാനുമായിട്ട്. പ്യാരിക്ക് ബെൻസും എനിക്ക് സ്കൂട്ടറും. അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബെൻസ് വേണം. എന്റെ പൊന്നാര മുതലാളി, എനിക്ക് ബെൻസും കുൻസും ഒന്നും വേണ്ട. എന്റെ ബോണസ് എങ്കിലും ഒന്ന് കൃത്യമായിട്ട് താ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തരും. ഇപ്പൊ ചെയ്യേണ്ട ജോലി പോയി ചെയ്യും. പോ. ബോണസ് കൃത്യമായിട്ട് കിട്ടാൻ എനിക്ക് കാര്യം അറിയാം. ഞാനും ചുരിദാർ എടുത്തോണ്ട് വരേണ്ടി വരും. വന്നാ പിന്നെ അങ്ങ് കഷ്ടം. മുതലാളി, ഇത് എങ്ങനെയുണ്ട്? മുത്തേ മുത്തേ ഇത് ഞാനിങ്ങനെ ഒരു രസത്തിന് തയ്ച്ചു വെച്ചതാ. അതെയോ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ഭംഗി. അയ്യോ, അങ്ങനെ വലിച്ചാ അത് പൊട്ടിപ്പോവും. ഞാൻ പൊട്ടിക്കും. അയ്യോ, കസ്റ്റമർ ഇപ്പൊ വരാവേ. ആന്റിബാക്ടീരിയ 100% ആയിരുന്ന കുഴപ്പമില്ലേ? ഇത് വേണ്ട, 100% ബാക്ടീരിയ ഇത് നല്ലതാണ്. നല്ല തന്നെയാണ്, കുഴപ്പമുള്ളതല്ല. പക്ഷെ അങ്ങനത്തെ ഉണ്ടോന്ന് നോക്കി, ചിലപ്പോ ഈ കമ്പനിയുടെ തന്നെ ഉണ്ടാവും 100% മാറ്റമുള്ളത്. നോക്കി നോക്കൂ. എടുത്താണ് ഇടല്ലേ. ഇതിന്റെ കാലാവധിയൊക്കെ ഒന്ന് നോക്ക്. അത് സത്യശീലയുടെ ബ്രാൻഡാണ്, അതിന് കുഴപ്പമില്ല. സത്യശീലൻ ഇത് 19/8 അതിനെന്താ? എന്താണോ ഇന്നലെ 19? ഇന്നും കൂടി ഇല്ലേ? ഇന്ന് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. എടി പോത്ത, നീ ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങോ ഇത്? എത്ര ദിവസം ഇരിക്കേണ്ടതാ? മുളക് പൊടിയല്ലേ ഇത്? അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആർക്കും കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡേറ്റ് കഴിച്ച സാധനങ്ങളോട് വിൽക്കാൻ പാടില്ല. അധ്വാനിച്ച കാശ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കണേ. കേക്കട്ടെ, നിനക്കതാ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഒന്നുകൂടെ ഇവിടുത്തെ സ്റ്റാഫല്ലേ? അതെ. ഈ സാധനം ഒന്ന് നോക്കി. സത്യശീല ടേസ്റ്റ് ബഡ്സ് മുളക് പൊടിയാ സാർ. അത് മനസ്സിലായി. നിങ്ങളുടെ ഈ കടയിൽ കാലാവധി കഴിഞ്ഞ സാധനങ്ങളാണ് വെക്കണേ. അയ്യോ, അങ്ങനെ വെക്കാറില്ല ഞങ്ങള്. എന്നാ പിന്നെ നോക്ക്. എന്ത്? നിങ്ങൾ അതിന്റെ ഡേറ്റ് നോക്കൂ. അയ്യോ, അത് ഇന്നാണല്ലേ സാറേ? സാരമില്ല. ആര് പറഞ്ഞു സാരില്ലാന്ന്? നീ മിണ്ടായിരിക്കും. നിങ്ങൾ ഇവിടെ കാലാവധി കഴിഞ്ഞ സാധനങ്ങളാണോ വിൽക്കാൻ വെക്കണേ? ആണോ? ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഏതാന്ന് നോക്ക്. അയ്യോ, സാറ് പറഞ്ഞ നേരാണല്ലേ. ഇത് ആരിതൊക്കെ എടുത്ത് ഇവിടെ വെക്കണം? വേണ്ടു ചെയ്യണ ജോലികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. എന്താണിത്? സാറേ ക്ഷമിക്കണം,
ഇത് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? സാറേ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യണം. എന്റെ നോട്ടം എവിടെയോ ചെറുതായിട്ടൊന്ന് പഴിച്ച അപ്പൊ സംഭവിച്ചാണ്. കുറെ പുതിയ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിന് ഒരു പകരവും ഇല്ല. ഇതിപ്പോ എന്നെ പോലുള്ള ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിലോ? കാരണം അറിയാലോ, ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനം നടത്തണേ, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടാ ഇല്ലല്ലോ? സോറി ഒന്നുകൂടെ സോറി. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. അല്ല സാറേ, 2 ദിവസം കഴിയുമ്പോ പുതിയ സ്റ്റോക്ക് ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ട് നല്ല ഓഫറും ഉണ്ടാവും. ഓടാവണം. അപ്പം മേഡം വന്നാ മതി, ഞാൻ തന്നെ ഓഫർ നോക്കി എല്ലാം എടുത്തു തരാം. എന്നാ പിന്നെ അടുത്ത ആഴ്ച വരാം ഞങ്ങള്. മണ്ടു വേണ്ട, നമ്മുടെ റാക്കില് ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ ഒരു സാധനവും കാണരുത്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടാ. ഇത് ഞങ്ങൾക്ക് വേണ്ട. സോറി. നമുക്ക് ബില്ലടിക്കാം. അടുത്ത ആഴ്ച സാധനം എടുത്താൽ മതി. ഈ എല്ലാം മാറ്റിക്കോ. എന്തിനാ ബില്ലടിക്കുന്നത്? ഇപ്പൊ എടുക്കണ്ട. ഈ എടുത്തത് ഇപ്പൊ ഇരിക്കട്ടെ. അല്ലത് ഇതൊന്നും ഇത് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? അല്ല സാറേ, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല, നല്ല ഫ്രഷ് ആണത്. അതുകൊണ്ടല്ല, ഒരു ഫംഗ്ഷൻ മുമ്പ് ഒരു വെള്ള ഷർട്ട് എടുത്താ ആകാശത്തിലേക്ക് നോക്കണം വരിക. അവിടെ ഇവിടെ നീല, കുറെ വെള്ള. അത് ചേച്ചിക്ക് മുക്കാൻ അറിഞ്ഞൂടാത്തണ്ട. വേണോ? നടക്ക്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇനി കസ്റ്റമേഴ്സ് വരുമ്പോ നല്ല സാധനങ്ങൾ മേടിച്ചു വയ്ക്കും. സാറേ, സാധനങ്ങളൊക്കെ നല്ലതാണ്. ഇത് ഒരു കൈപത്രം. ഓക്കെ, പറഞ്ഞു മാത്രം. എന്നെ പോലെ ഒരാളെങ്കിലും ഇത് പറയാൻ വേണമല്ലോ. വേണം, തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. സർ, ഞാൻ ബില്ലടിച്ചു തരാം. അതെ, പോകോ. ഞാനിപ്പോ പറയുന്നില്ല. കുറെ സ്റ്റാഫുകൾ എല്ലാം ഡേറ്റ് കഴിഞ്ഞാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. നിങ്ങളാരെയും? ഞാൻ സത്യശീല ടേസ്റ്റ് ബഡ്സിന്റെ സെയിൽസ് മാനേജറാണ്. അവന് വേറെ ചെറുക്കം മുമ്പ് വന്നോണ്ടിരുന്നല്ലോ, അവടെ അവനെ പറഞ്ഞു വിട്ടു സാർ. ഞാൻ പുതിയ ആളാണ്. നിങ്ങളിത് എന്തൊരു കമ്പനിയാണ്? ദിവസം ഇങ്ങനെ നാഴിക്ക് 40 ആള് മാറിക്കൊണ്ടിരുന്ന ഇവിടെ ഭരണവിടത്തൊക്കെ ഓരോ കഥകൾ പറയേണ്ടി വരൂലേ? സാർ, വിളിപ്പിച്ച കാര്യം തീർച്ച. ഞാന് എന്റെ നല്ല പ്രായത്തില്, അതായത് 10-27 വയസ്സില് ഇവിടെ നിന്ന് നേരെ സൗദി അറേബ്യയിൽ പോയി. അവിടെ പോയിട്ട് കണ്ട ഈത്തപ്പനകളിലൊക്കെ കയറി ഒട്ടകത്തിനെയൊക്കെ കുളിപ്പിച്ച് ഇച്ചിരി പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. അതെ, ഒന്ന് കട്ടി ഞാൻ പറയണ കേക്ക്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടത്. ഇപ്പൊ നല്ല പേരുണ്ട് ഈ സ്ഥാപനത്തിന്. നിങ്ങളെ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പേര് ഇല്ലാതാക്കരുത്. ഏത് പ്രോഡക്റ്റാ സാർ? നിങ്ങളെ ഇവിടെ കുറെ മുളക് പൊടി കൊണ്ടൊന്ന് നിരത്തി വെച്ചല്ലോ, അതിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കിയായിരുന്നു? എക്സ്പയറി ഡേറ്റ്? എക്സ്പയറി ഡേറ്റ് നോക്കിയായിരുന്നു. സാർ, അറിയില്ല സാർ, ഞാനല്ലല്ലോ സാർ. പിന്നെ നിങ്ങൾ എന്തൊരു മാനേജറാണ്? ഇതൊക്കെ നിങ്ങളല്ലേ അറിയേണ്ടത്, ഉത്തരവാദിത്തമായിട്ട് ഇത് ചെയ്യിക്കണ്ടേ? പുതുതായിട്ട് വന്നാണല്ലോ സാർ. അതിന് കാര്യമല്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ ആ സാധനം ഇവിടെ കൊണ്ടുവച്ചത്, അത് ഇന്ന് ഡേറ്റ് ഇത് നിൽക്കണം. അപ്പൊ ഒരാഴ്ചത്തെ ഡേറ്റില്ല നിങ്ങൾ സാധനങ്ങൾ തരണത്. ഇതൊക്കെ എവിടത്തെ വേലയാണ് കാണിക്കുന്നത്? ഞാൻ അവിടെ ഇൻഫോം ചെയ്യാം സാർ. ഇൻഫോം ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാരി കെട്ടിക്കൊണ്ട് ഇവിടുന്ന് വെക്കണം. എന്നിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പുതിയ സ്റ്റോക്ക് തരണം കേട്ടാ. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വണ്ടി കയറിക്കൊണ്ട് പോയി റിട്ടേണിൽ വരുമ്പോൾ എടുക്കാം സാർ. അങ്ങനെ വേണ്ട. ഈ സാധനം ഇവിടെ എനിക്കിത് ഇഷ്ടമല്ല, ഇവിടെ വെച്ചേക്കരുത്. എടുത്ത് ഇപ്പൊ കൊണ്ടുപോക്കണം. എടുത്തിട്ട് പോയി. ഇയാൾ എന്താ എന്നെ നോക്കണത്? ഒന്നുമില്ല. താനെന്നെ കണ്ടിട്ടില്ലേ? ഉണ്ട്. അവനെന്താ? ഒന്നുമില്ല. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ താൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെച്ചോളാം. സാർ, അത് കടലിലെത്തിക്കേണ്ടത് സെയിൽസ്മാൻ അല്ലേ, ഞാനല്ലല്ലോ. താൻ കൊടുക്കണോ? എത്തിച്ചു കൊടുക്കണമെന്ന്. അല്ല, അതിന് അവിടെയുള്ള സ്റ്റോക്കൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് സാർ. സാറ് പറഞ്ഞ പോലെ തന്നെ 10 പേരെ അഡീഷണൽ ആയിട്ട് ജോലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പാക്കിങ് കഴിഞ്ഞു. ഇപ്പൊ 4 ലോഡ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം സാർ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടല്ലോ, താനൊക്കെ വർക്ക് ചെയ്യണ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ലേ? ഉണ്ട് സാർ. അത് നമുക്ക് ഇടിച്ചു പൊളിച്ചാൽ കളയാം സാറേ. അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ അവസ്ഥ അതല്ലേ നമ്മൾ പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത്. എല്ലാം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റല്ലേ? അവനെന്താ പ്രശ്നം? പിന്നെ ആവശ്യമില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചു വിടണോ? അയ്യോ സാറേ, ഈ സുമേഷ് ഏട്ടനും രാഘവേട്ടനൊക്കെ സാറിന്റെ അച്ഛന്റെ കാലത്ത് ജോലിക്ക് നിന്നിരുന്നവരാണ്. അവരൊക്കെ എങ്ങനെ പിരിച്ചുവിടുക? അവരെ മരിക്കുന്നത് വരെ നോക്കിക്കൊള്ളാൻ ഞാൻ ഏറ്റിട്ടുണ്ടോ? ഇല്ല. താൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവനെന്താ? എന്നെ ബാംഗ്ലൂരിലേക്ക് മാറ്റൂല്ലോ അല്ലേ? സാറിന് പറഞ്ഞു എന്റെ ജോലി മറ്റേ ഹെഡ് ഓഫീസിലേക്ക് ബാംഗ്ലൂർക്ക്. താൻ ആദ്യം ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. അതെങ്ങനെയുണ്ട് നോക്കട്ടെ, പെർഫോമൻസ് നോക്കട്ടെ, എന്നിട്ടേ ബാംഗ്ലൂർക്ക് മാറ്റാൻ പറ്റുള്ളൂ. സാറേ, ഇനിയിപ്പോ പുതിയത് പാക്ക് ചെയ്യണമെങ്കിൽ മുളകും മല്ലിയൊന്നും എത്തിയിട്ടില്ല.
ആര് പറഞ്ഞു എത്തിയിട്ടില്ലെന്ന്? ഇല്ല, അവിടെ ഇല്ല. ഉള്ളതൊക്കെ ഞാൻ പാക്കിങ് കഴിഞ്ഞു. മുളക് ഇന്നലെ എത്തിയല്ലോ. ഇല്ല സാറേ, ആര് പറഞ്ഞോന്ന്? മുളക് ഇന്നലെ എത്തി. ഞാൻ അറിഞ്ഞില്ല. നീ അറിഞ്ഞിട്ടില്ല. പറയണത് ഒരു ഉത്തരവാദിത്വമില്ല. നമസ്കാരം നമസ്കാരം. എന്താണ് സാർ വരാൻ പറഞ്ഞിരുന്നു? ഇയാളല്ലേ പോയിന്നോ? അതെ സാർ. എന്തിന് പറയണം? താനിവിടെ ജോയിൻ ചെയ്തിട്ട് എത്രയായി? 3 ആഴ്ചയായി സാർ. എത്ര? 3 ആഴ്ച. തന്നോട് ചോദിച്ചോ? തന്നോട് ചോദിച്ചോ? ഇല്ല സാർ. പിന്നെ 3 ആഴ്ചയായി സാർ. 3 ആഴ്ചയായിട്ട് ചെയ്യേണ്ട പെർഫോമൻസ് താൻ കാണിച്ചിട്ടുണ്ടോ? ചെയ്തു എന്ന് എന്റെ വിശ്വാസം. ചെയ്തിട്ടില്ല. അത്രയും പോരാ. അത്രയും പോരാ. അങ്ങനെയാണെങ്കിൽ തന്നെ പിരിച്ചു വേണ്ടി. സാർ ഞാൻ ട്രൈ ചെയ്യാം സാർ. ട്രൈ ചെയ്തിട്ട് കാര്യമില്ലെന്ന് കമ്പനിക്ക് നഷ്ടല്ലേ? സാർ ഒരു മാസം പോലും ആയില്ലല്ലോ. 1 മാസം പോലും ആയിട്ടില്ല. 3 ആഴ്ചയായില്ലേ? എടോ, നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ വെറും 4 ദിവസം മതി ഈ സ്ഥാപനത്തിലുള്ള മൊത്തം സാധനങ്ങളും വിറ്റഴിക്കാൻ. താൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനം പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ മുന്നരുത് സാർ. സെയിൽസ് കുറയാൻ പല കാരണങ്ങളുണ്ട് സാർ. എന്ത് കാരണം? സാർ, നമ്മളെ പല പ്രൊഡക്ട്സും പല സൂപ്പർ മാർക്കറ്റിലും കെട്ടിക്കിടക്കുകയാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ് സാർ. അപ്പം അത് തിരിച്ചെടുക്കുന്ന പകരം കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പം അതുകൊണ്ട് സെയിൽസ് പിടിക്കാൻ പറ്റുന്നില്ല. താനൊരു മണ്ടനാണല്ലോ. ആണോ? അല്ല. എടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ കടക്കാര് മാറ്റിയില്ലെങ്കിൽ താൻ മാറ്റണം. അതാണ് താന്റെ ജോലി. സാർ, ഇന്ന് മണ്ണൂർ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച അയാൾ കുറെ ഫയർ ചെയ്തു സാർ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് അവിടെ ഉള്ളത്. കസ്റ്റമേഴ്സിന് മുന്നിൽ നിന്നാണ് കുറെ ചീത്ത പറഞ്ഞത് സാർ. ഇന്ന് പോയത് താനൊരു 4 ദിവസം മുമ്പ് പോയിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവോ? ഉണ്ടാകുവോ? ഇല്ല. ഇല്ലല്ലോ. പക്ഷെ സാർ, കൊടുക്കാൻ സാധനം സ്റ്റോക്ക് ഇല്ല. സ്ഥാപനത്തിന് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലോ തീരുമാനിക്കാൻ താനാണോ? സാർ, അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞാണ് സാർ. അവിടുത്തെ സീനിയർ സ്റ്റാഫ് അവിടെ ഞാൻ പറഞ്ഞല്ലാണ്ട് പിന്നെ ആര് പറഞ്ഞ? അല്ല, വിജയ് എന്ന് പറഞ്ഞ ആള്. പക്ഷേ ഇയാള് നാളെ എപ്പോഴും ലോഡ് കണ്ടിച്ചാൽ വന്നാൽ മതി. അപ്പോഴേക്ക് റെഡി ആയി ഉണ്ടാവും. ഓക്കെ സാർ. പൊക്കോട്ടെ സാർ. പല കടകളിൽ നിന്നായിട്ട് റിട്ടേൺ ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഗോഡൌണിൽ കൊണ്ടുവച്ചാണ്. അത് എന്താ ചെയ്യേണ്ടത് സാർ? മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ അല്ലേ? അതെല്ലാരും കൂടെ കലക്കി കുടിക്കുക. എടോ, അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് അറിയാം. അതായത് ചെയ്തോളൂ. ഓക്കെ സാർ. ഇയാള് നാളെ വേണ്ട ലോഡ് എടുക്കാൻ അങ്ങോട്ട് പോവാ. പൊക്കോട്ടെ സാർ. ഇയാളെന്ന് ഇവിടെ വന്നിരിക്കണോ? എടോ, പോടോ. ശരി സാർ. മറിമായം. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഉണ്ടല്ലോ, ആ സീറ്റിൽ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഒരു സീറ്റിൽ 2 പേര്? അല്ല, 2 സീറ്റ് ഉണ്ടായിരുന്നു. 2 സീറ്റിൽ 2 പേര് ഇരിപ്പുണ്ടായി. അതിലൊരാൾ പട്ടാളക്കാരനായിരുന്നു. മറ്റാള് ഡ്രൈവറാണ്. അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എന്തൊക്കെ ഉണ്ടെന്നാ? അലമാരി, കത്തലി, ഫ്രിഡ്ജ്, എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ അലമാരി ഫ്രിഡ്ജൊക്കെ ഇരിക്കല്ലേ മോളെ? ഇത് മുകളിലോട്ട് പൊന്തിപ്പോയ പിന്നെ താഴത്തേക്ക് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതുപോലെ തിന്നണ്ടേ, കിടക്കണ്ടേ, ഇരിക്കണ്ടേ, അതിനാണിത്. സുമേഷ് ചേട്ടനും കൊറേ ദിവസം ഇങ്ങനെ പറന്ന് നടന്നോ? പറന്ന് നടന്നാ ഒരുപാട് ദിവസം പറന്ന് നടന്നത്. പിന്നെ തിന്നാൻ തന്ന്. എന്ത് തിന്നാൻ കിട്ടും? ലഡു, മിഠായി, ഈ ചപ്പള മിഠായി, അങ്ങനെ ഒരുപാട് സാധനം. ഷുഗർ അല്ലേ, ഇതൊക്കെ തിന്നാൻ പാടുവോ? ആ സമയത്ത് ഷുഗർ നോക്കും മോളെ. തിന്നാൻ കിട്ടിയതല്ലേ. എങ്ങനെ ഇതിനകത്ത് കേറി പറ്റി? അതൊരു അതിശയമാണ് കേട്ടാ. നമ്മളെ ദാമോദരന്റെ മോനുണ്ട്, നമ്മളെ കുഞ്ഞിക്കണ്ണന്റെ മോനെ. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇനമാതിരി ഹെലികോപ്റ്റർ വരും, അത് കയറി ചെന്നാലുണ്ടല്ലോ ഒരുപാട് സാധനം കിട്ടും, 10,000 രൂപയും കിട്ടും എന്ന് പറഞ്ഞു.
ഇത് കേട്ടോണോ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത് വന്നാൽ കൊള്ളാന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാ. 10,000 രൂപ. ആ. ഈ സമയത്ത് കാണാൻ ഒരെണ്ണം ഭൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്ത് ഫ്ലൈറ്റ് പ്ലേറ്റ് അല്ല, ഹെലികോപ്റ്റർ. അതാണ് തന്നെ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്ത് എന്റെ ഒരു തുണി നോക്കി അങ്ങനെ കാണിച്ച് അവര് കണ്ടോ? കണ്ട് എന്നിട്ട് ഒരു ഏണിപ്പടി പോലത്തെ സാധനം ഇങ്ങനെ ഇറക്കി തന്നു. ഞാൻ വിചാരിച്ചു അതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാശ് കിട്ടുമല്ല എന്ന് വിചാരിച്ച് വലിച്ചു പിടിച്ച് മേളിലോട്ട് അങ്ങ് കയറി. മുകളിലോട്ട് കയറും അവര് വലിച്ചു പിടിച്ചെടുത്ത് അകത്തേക്ക് കിട്ടും. അല്ല സുമേഷേട്ടന് പേടിയായില്ലേ അപ്പൊ ഇതിനകത്ത് ഇരുന്നപ്പോ? പേടി എന്തിനു പേടിക്കണേ? ഞാൻ പിന്നെ ദുബായിലോ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളല്ലേ ജോലിക്ക്. എപ്പോ? അതിന് പോയിട്ടില്ലല്ലോ ദുബായിലൊന്നും. പോയിട്ടില്ലല്ലേ? അതാ അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടേ ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അല്ല അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ താഴോട്ട് നോക്കിയായിരുന്നോ? നമ്മുടെ വീടൊക്കെ കണ്ടോ? വീട് കാണോന്നാ? ദേ ഇത്ര ഉണ്ട്, കൊച്ചു തീപ്പെട്ടി പോലെ ഇരിക്കണേ. എന്നിട്ട് അതിനകത്ത് കേറിയിട്ട് പിന്നെ എന്ത് ചെയ്ത്? ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. കട്ടലുണ്ട്, കിടക്കുണ്ട്. പറഞ്ഞു കട്ടിലിന്റെയും കിടക്കയുടെയൊക്കെ കഥ പറഞ്ഞു. പറഞ്ഞ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. 10,000 രൂപ. അത് ചോദിച്ചപ്പോഴത്തേണ്ടല്ലോ അവര് ഹിന്ദിയിൽ എന്താക്കാ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങനെ തട്ടിവിട്ടു. ചീത്ത പറഞ്ഞു എനിക്ക് എന്റെ കാശ് കിട്ടണോ 10,000 രൂപ. അപ്പൊ ഹിന്ദി എന്ന് പറയാ അവര് നേരെ എന്നെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ഇറക്കി. തിരുവനന്തപുരത്തോട്ട് പോയോ? ദൈവം തമ്പുരാനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അവര് കൊണ്ടുപോയിട്ട് എവിടെ ഇറക്കിയെന്നറിയാവാ? ഈ ആളുകളൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പ്. ആ ക്യാമ്പിൽ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. അവിടെ ഒരു 5-8 ദിവസം അവിടെ കഴിഞ്ഞു. വല്ല കാര്യം ഉണ്ടായോ? 10,000 രൂപ കിട്ടുന്ന പറഞ്ഞ് ഈ ഹെലികോപ്റ്ററിലോട്ടൊക്കെ പഠിച്ച് കയറാൻ പോയ എന്തിനാ? മോൾക്ക് അതിന്റെ ഭാഗ്യം ഉണ്ടായില്ല ഹെലികോപ്റ്ററിൽ കയറാൻ. ഞാൻ കേറിയില്ലേ. ഇഷ്ടപ്പെട്ടല്ലേ? അമ്മോ ഒരു ചായ എടുക്കട്ടെ? വേണ്ട, കുടിച്ചോ? ഇത്രയും തള്ളിയതല്ലേ. വന്നോ? എന്തായി? ഒന്നും ഇല്ലടി. നീ അവിടെ കണ്ട ഇവിടെ ഇല്ല, ഒന്നാമത് മുഷിച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്നോളാം. നീ വേ ചായ എടുക്ക്, പോണം. അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണോ? പിന്നെ കാലത്ത് പോയതല്ലേ, ഞങ്ങൾക്ക് വെള്ളം ചായ ഒന്നും വേണ്ടേ? അയ്യോ, അപ്പൊ പോയ സ്ഥലത്ത് നിന്ന് വെള്ളം ചായ ഒന്നും കിട്ടിയില്ലേ? എന്റെ ചേച്ചി അവിടെ ആകെ ചെളിയായിട്ട് കിടക്കുന്നത്, ആര് ചായ എടുക്കാൻ? ഒന്നാമത് അവിടെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ചായ തരാത്തത് പോട്ട്. ചില ആൾക്കാരുടെയൊക്കെ ഒരു നിലപാടുണ്ടല്ലോ. നമ്മൾ കൂലിക്ക് പണി നിൽക്കും പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം. ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ട് അത് അങ്ങോട്ട് അപ്പുറത്തോട്ട് വെക്കൂ, ഇത് ഇപ്പുറത്തോട്ട് വെക്കൂ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. പിന്നെ എന്റെ കയ്യിൽ ഒരു സന്തോഷം, ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ കേരളത്തിലെ ജനത മുഴുവൻ ഒന്നായി. ജാതിയില്ല, മതമില്ല. പക്ഷെ മറക്കും, ഇതൊന്നും അധികം നിൽക്കൂല. ഒരു 3 മാസം കൂടെ കഴിഞ്ഞോട്ട് വീണ്ടും തുടങ്ങും തമ്മിൽ. ഇപ്പൊ അതല്ല ഈ ടെൻഷൻ. ഇപ്പൊ ഉള്ളവരുടെ വീടൊക്കെ ഒന്ന് നേരെക്കിട്ട് അവർക്ക് അതിൽ കയറിയിരിക്കാം. വീടൊക്കെ പോയവരുണ്ടേ, ഇവർക്കൊക്കെ എന്നൊരു വീടൊക്കെ ആയിട്ടൊന്ന് സുഖമായി ജീവിക്കാൻ പറ്റും. എന്റെ ശ്യാമളജിയെ ക്യാമ്പിൽ ചെന്ന് കാണണം, ആൾക്കാരുടെ കരച്ചിലുണ്ടല്ലോ. നമ്മൾ നേരിട്ട് പോയി കാണണം, വീട് പാടെ പോയാൽ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഒരുപാട് സഹായങ്ങളൊക്കെ മനസ്സറിഞ്ഞ് എല്ലാവരും തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്, അതെല്ലാവർക്കും കിട്ടിയാൽ മതി. എന്താ കുഴപ്പം? അല്ല, അത് കിട്ടും, അല്ല ബുദ്ധിമുട്ടൊന്നും. എന്റെ കക്കൂസ് പോയി കേട്ടോ. പക്ഷെ ഞാനിപ്പോ അത് കെട്ടിപ്പോക്കും. പറമ്പിലാകാടോ. എന്തായാലും അപകടം വന്ന ഒരുമുണ്ടെന്ന് മനസ്സിലായി. അതെ അതെ ചേച്ചി, എനിക്ക് മധുരം കുറച്ച് മതി കേട്ടാ. സുമേഷേട്ടൻ്റെ അടുത്ത് വരണം. എടുക്കാം. സുമേഷേട്ടാ, കാപ്പി കുടിച്ചാ? എന്ത് പലഹാരം എന്തായിരുന്നു? പുട്ട് വീട്ടിലാ? പുട്ടായിരുന്നാ? ചേച്ചി പറയണ തള്ളി മറിക്കുന്നു. ചേച്ചി അല്ല, ഒന്നുമില്ല, കാപ്പിയൊക്കെ കുടിച്ചല്ലോ എന്ന് ചോദിച്ചാൽ കൊഴുക്കട്ടയും കൂടെ ഉണ്ട്, അതുകൂടെ കഴിച്ചിട്ട് പോവാം കേട്ടാ. കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ചിലർ സന്തോഷിച്ചോ എന്നൊരു സന്ദേഹമുണ്ട്. ബീഫ് കഴിക്കുന്ന നാട് നശിച്ചു പോകട്ടെ എന്ന് ആഹ്വാനം ചെയ്തവർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് പ്രചാരണം നടത്തിയവർ, എത്ര നേരമായി വിളിക്കുന്നു? പട്ടാള യൂണിഫോം അവിടെ വൃത്തിയാക്കാൻ വരാൻ. എവിടെ വൃത്തിയാക്കാനാ നീ ഇപ്പൊ നടക്കണേ? പുറകുവശത്ത് അത് വൃത്തിയാക്കണ്ട, അതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. എടി, അത് വൃത്തിയാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ വിളിച്ചാണ്ട് വൃത്തിയാക്കിച്ചാ പോരെ? അത് ഒരുപാട് വെള്ളം കയറിയ സ്ഥലത്ത് ഒരുപാട് പണി അവർക്കുണ്ട്, അല്ലാതെ നിങ്ങളുടെ വീട് വൃത്തിയാക്കലല്ല. അപ്പൊ ഇവിടെ ഒരുപാട് പണിയില്ല, അതുകൊണ്ടാണ് അവിടെ കിടന്നോട്ടെ, വൃത്തിയാക്കണ്ട. എന്ത് കഷ്ടം? എടി, അളിയൻ അങ്ങനെ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ട്, അത് വരുമ്പോ എന്തെങ്കിലും കിട്ടും. ശീതളേട്ടാ, എന്തിനു നാണിക്കണ? കോടിക്കണക്കിന് രൂപയാണ് ആ ദുരിതാശ്വാസ ഫണ്ടെന്ന് ഗവൺമെന്റിന് പിരിച്ചിട്ടേക്കണേ. എന്റെ ശീതളേട്ടാ, അത് വെറുതെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ പൈസ വാരിക്കോരി കൊടുക്കല്ല. അല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല.
എനിക്കിവിടെ നഷ്ടം പറ്റിയിട്ടുണ്ട്. അത് തന്നെ. എടി അളിയാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലൊന്ന് ചെന്ന് അതൊന്ന് പരാതി എഴുതി കൊടുക്കാനായിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചില്ലറ കിട്ടണമെന്ന് വേണ്ടാന്ന് നോക്കണം. എന്തിനാ? പ്യാരിയെ ആ ഫോൺ അടിക്കണ കേൾക്കില്ലേ? ഹലോ, വില്ലേജ് ഓഫീസ് ആണോ? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഞാൻ സാറിനോടൊന്ന് പറയട്ടെ. സാറേ, ആ LP സ്കൂളിലെ ക്യാമ്പിൽ നമ്മൾ ഫുഡ് കൊടുത്തില്ലേ, ബ്രെഡും പഴവും, അത് ആരാണ്ടൊക്കെ കട്ടുകൊണ്ട് പോയിന്ന് അവിടുന്ന്. ഏത് ഹിമാറാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്താ പറയണേ, ഇപ്പൊ അവർക്ക് ഉച്ചക്ക് ഭക്ഷണമില്ല. നമ്മളിവിടുന്ന് എത്തിച്ചു കൊടുക്കാന്ന് പറയും. ഹലോ, ആ എത്തിച്ചു തരാം. മറ്റുള്ളൊക്കെ കൈ കിട്ടാണ്ടല്ലേ, വെച്ചേക്കരുത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? അപ്പൊ നിങ്ങൊന്നും അറിഞ്ഞിട്ടേ നാട്ടില് മൊത്തം പ്രളയല്ലേ സാറേ? ഏടോ, പ്രളയത്തിന്റെ കാര്യമല്ല, അന്റെ പെരയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാ ഉണ്ടായെന്നാ ചോദിക്കണത്. ഒരു തറേന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു അങ്ങോട്ട് പോയി, കഴുക്കോലും മോന്തായെല്ലാം അങ്ങോട്ട് താഴ്ന്നു. അതിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു, എല്ലാം പോയി, ഒന്നുമില്ല. ബാക്കി ഒരു സാധനമോ പാത്രമോ ഒന്നുമില്ല. ഒറ്റ മിനിറ്റേ. ദുരിതാശ്വാസത്തിന്റെ ഇതിലേക്കാണ്. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞു? ഉണ്ണി. നിങ്ങൾ എത്ര കാലമായി ഈ സ്ഥലത്ത് താമസിക്കുന്നത്? ഇത് പറ്റിപ്പോയാണ് സാറേ. ഇത് ഞാൻ കാസർഗോഡാന്ന് വീട്, നല്ല വീടും പറമ്പെല്ലാം ഉണ്ടായി. ഭാര്യ പറഞ്ഞു നമുക്ക് ടൗണിൽ നിൽക്കണം, പുഴയരെടുത്ത് നമ്മൾ ഒരു കുന്നിന്റെ സ്ഥലത്താണ്ടായി. ആ പുഴയരെടുത്ത് നല്ല വീടെല്ലാം കെട്ടി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല, നല്ല വീടും വളപ്പവും സ്ഥലവും എല്ലാം കൊടുത്തിട്ട് ഞാൻ വീട് വന്നു. പൈവക്കത്ത് വീട് വെച്ച ഈ വീട് 3 ദിവസം രക്ഷിക്കാൻ വേണ്ടി എന്റെ തൊട്ട അയൽവാസിയാ വന്നിനി. 3-4 ഉള്ളമാർ ചെറുപ്പക്കാർ കാസർഗോഡ്. അവരെന്തിന് എന്നോട് പറഞ്ഞു എന്തിന് വേണ്ടാത്ത പടി പോയിനി. അത് എനക്കും തോന്നി, ഓളെ വേണ്ടാത്ത പണി ഞാൻ എന്നാക്കേണ്ടത്. നമ്മ ഇപ്പൊ മനസ്സിലായി 10 പൈസ പൈസ കിട്ടും സാറേ. അല്ല, പൈസ പെട്ടെന്ന് കിട്ടൂല. ഇപ്പൊ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അയച്ചിട്ടുണ്ട് സാറേ. അയച്ചിട്ടുണ്ടല്ലേ? സാറേ അവരെല്ലാം പറയുന്ന വെച്ചാൽ പോയപാട് പൈസ കിട്ടുന്ന ഓഫീസിൽ. അല്ല, അയച്ചിട്ടുണ്ട്. ആര് അയച്ചിനി? ഞാൻ മുപ്പര അയച്ചു. അത് കവറിൽ പോലും ഇട്ടിട്ടില്ല സാറേ. പിന്നെ അയച്ചു എന്തിനു സാറേ കളവ് പറയും നമ്മളോട്? ചേട്ടാ, ഇതിപ്പോ ഓൺലൈനാണത്, കവറിലൊന്നും ഇടണ്ട. അതേ, വായു വഴിയാണ് ഇപ്പൊ ഒക്കെ പോവുക. ഓൺലൈൻ എന്ന് പറയും. വായു വഴി. ശരി. കമ്പ്യൂട്ടർ ഇല്ലേ, അതിൽ കൂടെ പോയതാ. അത് അവിടെ കിട്ടിയിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ ഉണ്ടാവില്ലേ? മൊബൈൽ ഉണ്ടോ? അപ്പൊ എല്ലാം ഒലിച്ചു പോയി. മൊബൈലൊന്നും ഇല്ല. മെസ്സേജ് തന്നിട്ടുണ്ടാവും. മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ 2 ദിവസം ഒന്ന് കാത്തുന്നോളി കേട്ടോ. 2 ദിവസം എന്തെങ്കിലും വരും. അത് കിട്ടണം സാറേ. അപ്പൊ എന്താ പനി ഉണ്ടോ? ഇതൊക്കെ ഇട്ടെന്ത്? അല്ല സാറേ, എല്ലാവർക്കും ഈ തുണി കുറെ സാധനം കൊടുക്കുന്നുണ്ടായി. ദേഷ്യം വൈദ്യുപോയി. അപ്പൊ തുണിയെല്ലാം എടുത്ത് കൊണ്ടുപോകുമ്പോ കിട്ടിയ സാധനം ഇതാണ്. പിന്നെ ഞാൻ വെച്ച് ഇതെങ്കിൽ ഇത് അത് കിട്ടിയല്ല. ശരി സാറേ. ഈ നിസ്സാരമായ സഹായം കൊണ്ടൊക്കെ അവർക്ക് എന്താവാനാണ് ഞാൻ നോക്കണം. അത് തൽക്കാലത്തൊക്കെ സാർ. ഇപ്പൊ സഹായം ഒരുപാട് ഒഴുകി വരണുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ കൊടുക്കുകയായിരിക്കും. എത്തേണ്ടവർ കയ്യിലൊക്കെ എത്തിയാൽ മതി. ഇപ്പൊ ആ ബ്രെഡിന്റെ പഴത്തിന്റെ കാര്യം കണ്ടില്ലേ? ഇതിപ്പോ അവരുടെ കാര്യം തന്നെ പറയണ. നമ്മൾ ഉദ്യോഗസ്ഥരുടെ കാര്യം സാറ് നോക്ക്. വെള്ളം കയറിയെന്ന് അറിഞ്ഞ് അന്ന് വീടും കുടുംബവും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഓഫീസിൽ ജോലിക്ക് വന്നേണം. എന്റെ പെണ്ണുങ്ങളെ മാപ്പന്റെ കാര്യം അറിയില്ലേ? 5 ദിവസമായിട്ട് മൂപ്പര് ഐസിയിലാണല്ലോ. അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും. നമ്മൾ എന്ത് ആത്മാർത്ഥം വെച്ചിട്ടും കാര്യമില്ല. എവിടെയോ ഏതോ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ തെണ്ടിത്തരം കാണിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പൊങ്കാലയാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്തൊക്കെ പറയണവർ പറഞ്ഞോട്ടെ പ്യാരിയെ. നമ്മളെ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ തന്നെ കൊടുത്താൽ മതി. പ്യാരിയെ അന്ന് രജിസ്റ്റർ ചെയ്താ സാറേ. എങ്ങനെ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ? അതായത് ഇതിപ്പോ ഇവിടുന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്തല്ലോ, ഇപ്പൊ ഇവിടുന്ന് അയച്ച്. ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ വരും. എന്നിട്ടുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ മൂപ്പര് വിലയിരുത്തും. എന്നിട്ട് മൂപ്പര് ഇത് തഹസിൽദാർക്ക് അയക്കും. അവിടെ നിന്നാണ് ഫണ്ട് നിങ്ങൾക്ക് അനുവദിക്കുക. അപ്പൊ ഈ നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായി വീട്ടില്? വീട്ടിലല്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലോ. എന്തൊക്കെ ഉണ്ടായിന്നാ ചോദിക്കണേ? അത് മൊത്തം വെള്ളം കയറി. എത്ര ഹൈറ്റിൽ കയറി വെള്ളം? വെള്ളം ഒരു അല്ലല്ല, അത്ര ഇല്ല. ഒരു ഇത്ര വരെ. സാധനങ്ങളൊക്കെ പോയി, ഒലിച്ചു പോയി. പാത്രങ്ങളും എല്ലാ ഇതും പോയി. അപ്പൊ അത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതെ. ഒരു വില്ലേജ് ഓഫീസിലെ മെസ്സേജ്. മെസ്സേജ് ഇവിടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയതിന്റെ മെസ്സേജ് ആണ്.
അല്ല നിങ്ങള് വീട്ടിൽ ഏതുവരെ വെള്ളം കയറുന്ന പറഞ്ഞേ? വെള്ള എത്ര പറഞ്ഞേ? പറഞ്ഞ ഇത്രയാണ്. ഇങ്ങനെ എത്ര വെള്ളം വന്നു? എന്നിട്ട് മൊബൈലൊന്നും നനഞ്ഞുമില്ല? മൊബൈല് അല്ല മൊബൈലുണ്ട്. മൊബൈല് ഞാൻ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ഓടി. ഓടി? അല്ല നീന്തി. നീന്തി അല്ല നമുക്കിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ തുഴഞ്ഞ് നടക്കാലോ. അങ്ങനെ മൊബൈൽ രണ്ടും രക്ഷപ്പെട്ടിട്ട് കയ്യിൽ പിടിച്ചു. പലരുടെയും മൊബൈലൊക്കെ പോയിക്കണേ വെള്ളം കയറിയിട്ടേ. നിങ്ങൾക്ക് അത്ഭുതം മൊബൈൽ കിട്ടിയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിവരം കിട്ടും. രജിസ്റ്റർ ആയിട്ട് ഓക്കെ നമ്മനെ പോയിക്കോട്ടെ. ശരി. ഓ ശരി. ഓരോരുത്തർക്ക് ഓരോ സങ്കട പേര്. അയാൾക്ക് കണ്ടോ, അയാൾക്ക് വിഷമം കൊണ്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടല്ലേ സാറേ. അയാൾ ഒരു കാര്യം ചെയ്തു, ആ മൊബൈൽ രക്ഷപ്പെടുത്തിയ ഭയങ്കര അത് രണ്ടും പൊക്കി പിടിച്ചിട്ട് മുപ്പര് നീന്തിക്കാന്ന് പറഞ്ഞു. നമ്മളിതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാണ്. അല്ല കണക്കിൽ പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യന്മാരല്ലേ. നമുക്കൊന്നും അത്ര വലിയ ദുരന്തം നമുക്ക് ഉണ്ടായില്ലല്ലോ.